ലോക ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ദൊമ്മരാജു ഗുഗേഷ് എന്ന ഡി ഗുഗേഷിന് ഇപ്പോൾ ചെന്നൈയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹാരമണിയിച്ചും ആളുകൾ ആശംസകൾ നേർന്നുകൊണ്ടും വിമാനത്താവളത്തിൽ ഗുഗേഷിന് നൽകിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. 14ാം റൗണ്ട് വരെ നീണ്ട വളരെ ആവേശകരമായ മത്സരത്തിലാണ് ചൈനീസ് താരം ഡിങ് ലിറിനെ അട്ടിമറിച്ച് ഗുഗേഷ് ലോക കിരീടത്തിൽ മുത്തമിട്ടത്. ഇതോടെ ഇന്ത്യക്ക് ഒരു പുതിയ ലോക ചെസ് ചാമ്പ്യൻ വന്നിരിക്കുന്നു. ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നതാണ് ഡി ഗുഗേഷിന്റെ ഏറ്റവും വലിയ സവിശേഷത. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുഗേഷിന്റെ പ്രായം. 22ാം വയസ്സിലാണ് ഗാരി കാസ്പറോവ് ലോക ചാമ്പ്യനായത്. ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവ് ആയിരുന്നു. ആ റെക്കോർഡ് ഇതോടെ ഡി ഗുഗേഷ് എന്ന ഇന്ത്യയുടെ അഭിമാന താരം മറികടന്നിരിക്കുന്നു. ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയ ഗുഗേഷിന് ആവേശോജ്വലമായ സ്വീകരണം നൽകുന്നു ചെന്നൈ വിമാനത്താവളത്തിൽ. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയാണ് ഡി ഗുഗേഷ് എന്ന ഈ ലോക ചെസ് ചാമ്പ്യൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി റയീസ് അവിടെയുണ്ട് വിവരങ്ങൾ നൽകാൻ. റയീസ് ഇപ്പോൾ അല്പം മുൻപ് ഗുഗേഷുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അധികം വൈകാതെ റയീസിൽ നിന്ന് കേൾക്കാം. റയീസ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ചെന്നൈ വിമാനത്താവളത്തിൽ ഗുഗേഷിനെ കാണാനെത്തിയ ആരാധകരുടെ ആ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഗേഷ് അവരുടെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ എത്തിയിരിക്കുന്നു. അവരോട് സംസാരിച്ച ശേഷം ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. ഇന്ത്യക്ക് ഒരു പുതിയ ലോക ചാമ്പ്യൻ ഉണ്ടായിരിക്കുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷമാണ് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് ദൊമ്മരാജു ഗുഗേഷ് എന്ന ഡി ഗുഗേഷ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് ചൈനീസ് താരം ഡിങ് ലിറിനെ ഗുഗേഷ് അട്ടിമറിച്ചത്. ഇന്ത്യ ഒന്നാകെ ഗുഗേഷിന്റെ വൻ വിജയത്തിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നിരുന്നു. ലോക ചാമ്പ്യനായി അങ്ങനെ ഡി ഗുഗേഷ് ഇപ്പോൾ ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ കാണാനും ആശംസകൾ നേരാനുമായി നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ടാണ് ഡി ഗുഗേഷിനെ വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്തത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാം. ഡി ഗുഗേഷിന് ആശംസകൾ നേടാനെത്തിയ ആയിരക്കണക്കിന് ആളുകൾ വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഞങ്ങളുടെ പ്രതിനിധി